നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകളടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കും. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങളും അനുഭവിക്കുമ്പോൾ മനസ്സ് എവിടെയാണ് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതേക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതാണ് യഥാർത്ഥത്തിലുള്ള എഡ്യൂക്കേഷൻ. എൻ്റെ മനസ്സ് കൂടുതൽ ഉയർന്ന ബോധത്തിലാണോ പ്രവർത്തിക്കുന്നത്? ഞാൻ സ്വാർത്ഥതയിലാണോ നിസ്വാർത്ഥതയിലാണോ പ്രവർത്തിക്കുന്നത്? എൻ്റെ ഉദ്ദേശം എന്താണ്? എൻ്റെ ഇൻറ്റൻഷൻ എന്താണ്? ഇൻറ്റൻഷനാണ് ഏറ്റവും പ്രധാനം. ഇൻറ്റൻഷൻ കഴിഞ്ഞിട്ടാണ് ചിന്ത വരുന്നത്. അപ്പോൾ നമുക്ക് നല്ല ചിന്തകൾ ഉണ്ടാവും. പക്ഷെ അതിൻ്റെ പുറകുള്ള ഇൻറ്റൻഷൻ എന്തായിരുന്നു? അടിസ്ഥാനപരമായിട്ട് ഇൻറ്റൻഷൻ, അതിനാണ് നമ്മൾ ശ്രദ്ധ എന്ന് പറയുന്നത് എന്നും ഡിസ്കസ് ചെയ്യും. കാരണം ആ ഇൻറ്റൻഷനാണ് നമ്മുടെ ബോധതലം, നമ്മുടെ ബീയിങ്. ഇൻറ്റൻഷനിൽ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ലളിതമായിട്ട് ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കുന്നു എന്ന് ആലോചിച്ചു. എന്താണ് ഇൻറ്റൻഷൻ? ഞാൻ ലളിതനാണ്, ഞാൻ വളരെ ഹമ്പിളാണ് എന്ന് കാണിക്കാനാണ്? അതോ എൻ്റെ നാച്ചുറൽ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണോ അത്? ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ എന്ന് പറയുന്നു. എന്താണ് ഇൻറ്റൻഷൻ? അതെൻ്റെ നേച്ചറാണോ? സത്യസന്ധത എൻ്റെ നേച്ചറാണോ? അതോ ഞാൻ സത്യസന്ധത കാണിക്കാൻ വേണ്ടിയിട്ടാണോ? ഞാൻ വെർച്വസ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണോ? അപ്പോൾ നമ്മൾ പ്രകടമാക്കുമ്പോൾ, എന്തെങ്കിലും ഒരു മാനിഫെസ്റ്റേഷൻ മാത്രം ചെയ്യുമ്പോൾ ഉള്ളിൽ ഇൻറ്റൻഷൻ കറക്റ്റ് അല്ലെങ്കിൽ അതിന് ഫലം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നല്ല രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോഴും അതിൻ്റെ റിസൾട്ട് നല്ലതാവാത്തത്, വിചാരിക്കുന്ന അതിൽ ആവാത്തത്. കാരണം ഇൻറ്റൻഷനിലൊരു സ്വാർത്ഥത കലർന്നില്ല. അപ്പോൾ നമ്മുടെ അടിത്തറയായിട്ടുള്ള ഈ ഇൻറ്റൻഷൻ, സ്റ്റേറ്റ് ഓഫ് ബീയിങ്, അത് മാറലാണ് ശരിക്കും ഹാർട്ട്ഫുൾനെസ്സിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷനിൽ റെഗുലറായിട്ട് ശുദ്ധീകരണം നടത്തുമ്പോൾ നമ്മുടേതായിട്ടുള്ള സോഫ്റ്റ്വെയർ പ്രോഗ്രാം, നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സംസ്കാരങ്ങളും പറയും. നമ്മൾ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കാരണം ഉണ്ടാക്കിയിട്ട് പല സങ്കല്പങ്ങളുണ്ട്. ചിലത് ശരിയാണ്, ചിലത് തെറ്റാണ് എന്നുള്ള ചിന്താഗതി. അതിൽ നിന്നാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അത് നമ്മുടെ പേഴ്സണാലിറ്റീസായിട്ട് മാറുന്നത്. അതിൽ മാറ്റങ്ങൾ വരും അറിയാതെ.
നമ്മുടെ ഉള്ളിലുള്ള സ്നേഹം നിറഞ്ഞ ഒരു പേഴ്സണാലിറ്റി എല്ലാ സമയത്തും പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. ഒരു ഡോക്ടറാണെങ്കിലും ഒരു രോഗി കടന്നു വരുമ്പോൾ നാച്ചുറലായിട്ട് തന്നെ ആ രോഗിയുടെ പ്രോബ്ലം മനസ്സിലാക്കാനും ആ രോഗിയുമായിട്ട് ഹൃദയത്തിൽ നമുക്ക് കണക്ട് ചെയ്യാനും സാധിക്കുന്നു. എല്ലാ ജോലിയിലും അങ്ങനെ തന്നെ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ചികിത്സ നിർദ്ദേശിക്കുമ്പോൾ ഇൻറ്റൻഷനിൽ നന്മ മാത്രമേ ഉണ്ടാവും, അതിന് വരുമാനം വേണമെന്നാവില്ല. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുമ്പോൾ, അറിയാതെ താമസിക്കുമ്പോൾ നമ്മൾ ക്രമേണ യഥാർത്ഥത്തിലുള്ള ആ യാത്രയിലാവും. ഇങ്ങനെ സ്പിരിച്വൽ യാത്ര എന്ന് പറയും. നമ്മൾ സ്നേഹത്തിൻ്റെ യാത്രയിൽ ഉയർന്നു തന്നെ പോകുന്നു. അപ്പോൾ നമ്മുടെ ചുറ്റുവട്ടവും മാറ്റങ്ങൾ വരുന്നത് കാണാൻ സാധിക്കും. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ മാത്രം ആണ് ശ്രമിക്കേണ്ടത് എന്ന് പറയും. അപ്പോൾ ഇതെങ്ങനെ തിരിച്ചറിയുന്നത്? ചുറ്റുവട്ടത്തിന് മാറ്റം വരുന്നു. ബാബുജി മഹാരാജ് സഹജമാർഗത്തിൽ 9ാമത്തെ പ്രമാണത്തിൽ പറയുന്നു, മറ്റുള്ളവരിൽ ഭക്തി സ്നേഹഭാവങ്ങൾ ഉണർത്തത്തക്ക വിധം നിങ്ങളുടെ പെരുമാറ്റവും ജീവിതവും രൂപപ്പെടുത്തുക. നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തണം. അപ്പോൾ അവിടെയാണ് സാധന, റെഗുലറായുള്ള ഈ സാധന, ശുദ്ധീകരണം, മെഡിറ്റേഷൻ, പ്രയർഫുൾ സ്റ്റേറ്റാണ് ഹയസ്റ്റ്. നമ്മുടെ അഹംബോധം ഇല്ലാതെയായി മാറുമ്പോൾ നമ്മളിൽ മാറ്റങ്ങൾ വരുന്നു. അതിനുവേണ്ടി നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നാണ് ബാബുജി മഹാരാജ് പറയുന്നത്. നാച്ചുറലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. മനുഷ്യൻ വഴിതെറ്റിപ്പോയിരിക്കുന്നു, ആ ശരിക്കുള്ള ഫ്ലോ ഒന്ന് മാറിപ്പോയിരിക്കുന്നു, സ്വാർത്ഥതയിലേക്ക് അറിയാതെ പോയിരിക്കുന്നു. മൃഗങ്ങൾ നാച്ചുറലായിട്ട് അവർക്ക് ആ സെൽഫിഷ്നെസ് ഉണ്ട്, അവർ വേണമെന്ന് വെച്ച് ചെയ്യുന്നില്ല, അവർക്ക് അതിന് ഇൻറ്റൻഷൻ ഇല്ല. ഒരു നായയുടെ മുമ്പിൽ ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഭക്ഷണം എടുക്കാൻ നോക്കി കഴിഞ്ഞാൽ അത് കടിക്കാൻ പറ്റും. അതിനങ്ങനെ ഉദ്ദേശിക്കുന്നത് അത് നാച്ചുറലായിട്ട് അതിൻ്റെ സ്വഭാവമാണ്. ചെടികൾ വളരുമ്പോൾ അത് അതിൻ്റെ വളർച്ച കണ്ടിന്യൂ ചെയ്യുന്നു. തൊട്ടടുത്ത് നിൽക്കുന്ന ചെടിയുടെ കാര്യം ആലോചിക്കുന്നില്ല. തൻ്റെ തണലിൽ വേറെ ചെടികൾ വളരുന്നില്ല എന്ന് വെച്ച് മരം അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല. അത് അതിൻ്റെ കാര്യം മാത്രം നോക്കുന്നു. അത് സ്വാർത്ഥതയല്ല. പക്ഷെ മനുഷ്യൻ അങ്ങനെ ചെയ്യുമ്പോൾ അതിനെ സ്വാർത്ഥത എന്ന് പറയുന്നു. മനുഷ്യൻ്റെ നാച്ചുറലായിട്ടുള്ള സ്വഭാവം എന്ന് പറഞ്ഞാൽ ലോകത്തെക്കുറിച്ച് മുഴുവൻ ബോധവാനായിട്ട് പ്രവർത്തിക്കാൻ. നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ആ പ്രവൃത്തിയിൽ ലോകം മുഴുവൻ ഇൻവോൾവാണ്, പ്രപഞ്ചം മുഴുവൻ ഇൻവോൾവാണ്. അതുകൊണ്ട് ആ ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിച്ചുകൊണ്ട് വേണം പ്രവർത്തിക്കാനായിട്ട്. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യരുത്. അനാവശ്യമായിട്ട് പവർ ഉപയോഗിക്കുക, ഇലക്ട്രിക് പവർ സപ്ലൈ ഉപയോഗിക്കുക, അനാവശ്യമായിട്ട് വെള്ളം ഉപയോഗിക്കുക, പൊല്യൂഷൻ നമ്മൾ അറിഞ്ഞിട്ടോ അറിയാതെ പൊല്യൂട്ട് ചെയ്യുക. അറിയാതെ പൊല്യൂട്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല, അത് ശീലമായി മാറി. അതുകൊണ്ടാണ് അത് നമ്മുടെ ശീലമായത്. ഞാൻ പൊല്യൂഷൻ ചെയ്തായിരുന്നു. വെറുതെ നടക്കാൻ പറ്റുന്ന ദൂരത്തിൽ വണ്ടി എടുത്തിട്ട് പോവുക, വെറുതെ സംസാരിക്കും, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന സംഭാഷണങ്ങൾ. ഇന്നലെ മറിമായം എന്നുള്ള സീരിയലിൽ സത്യശീലൻ എന്നുള്ള കഥാപാത്രം വെറുതെ ആൾക്കാരെ വേദനിപ്പിക്കുന്ന ഒരു കഥാപാത്രം ഒരു എപ്പിസോഡിൽ കണ്ടു. അതൊരു ശീലമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ അത് സ്വയം തിരിച്ചറിഞ്ഞിട്ട് അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നമ്മൾ സാധന റെഗുലറായിട്ട് ചെയ്യണം. അത് മാത്രമല്ല, പ്രാർത്ഥനയിൽ സഹജമാർഗത്തിൽ പ്രെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നതുകൊണ്ടാണ് എനിക്കിത് മാറ്റാൻ സാധിക്കുന്നില്ല എന്ന് ഹെൽപ്ലെസ് സ്റ്റേറ്റിൽ രാത്രി കിടക്കുമ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് നമ്മുടെ മാസ്റ്റേഴ്സ് പറയും. അങ്ങനെ വേണമെന്നില്ല. നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്ന സമയത്ത് പ്രാർത്ഥനാഭാവത്തിൽ ഇരിക്കാം. എനിക്കൊണ്ട് സാധിക്കുന്നില്ല, ഇത് അങ്ങേക്ക് ശരിയല്ലാന്ന് തോന്നുന്നെങ്കിൽ മാറ്റണം, ഞാൻ പൂർണ്ണമായിട്ടും സറണ്ടർ ചെയ്യുന്നു എന്നുള്ള ബോധത്തിൽ നിന്ന് അത് മാറുന്ന കാണാം, അത്ഭുതമായിട്ട് മാറുന്ന കാണാം. അപ്പോൾ അങ്ങനെ ക്രമേണ നമ്മുടെ ശീലങ്ങൾ മാറും. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നത് അവരന് സുഖത്തിനായി വരയണം. എനിക്കൊന്ന് എഡ്യൂക്കേഷൻ്റെ ഏറ്റവും ഹയസ്റ്റ് സ്റ്റേറ്റ് അതാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് ലോകത്തിന് മാതൃകയായിട്ട് മാറണം. ബാബുജി മഹാരാജ് പറഞ്ഞ മറ്റുള്ളവരെയും ആധ്യാത്മിക പാതയിലേക്കും ശരിയായിട്ടുള്ള ആ ദർശനത്തിലേക്കും ശരിക്കുള്ള ഡിവൈൻ കണക്ഷനിലേക്ക് കൊണ്ടുവരിക നമ്മുടെ ധർമ്മത്തിൻ്റെ ഒരു ഭാഗമാണ്. ഞാൻ എൻ്റെ കാര്യം മാത്രം ചെയ്യുന്നു എന്ന് ചിന്തിക്കാൻ പറ്റുക. ഞാനൊരു വിലപിടിപ്പുള്ള ഡ്രസ്സ് ഇട്ട് നടക്കുമ്പോൾ വേറൊരാൾക്ക് വിലപിടിപ്പുള്ള ഡ്രസ്സ് ഇടാൻ തോന്നുന്നു. ഇപ്പോൾ സിനിമ സ്റ്റാർസൊക്കെ ഉണ്ട്, അവരിടുന്ന ഡ്രസ്സൊക്കെ ഫാഷനായിട്ട് ആൾക്കാർ അതുപോലെ ഡ്രസ്സ് ഇടുന്നു. ചിലപ്പോൾ ആ കമ്പനിയുടെ കിട്ടില്ല, അപ്പോൾ അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വേറെ കമ്പനികൾ ഇറങ്ങിയിട്ട് വില കുറഞ്ഞ അത് ഇട്ടുകൊണ്ട് നടക്കുക, അതിനുവേണ്ടി പൈസ ചിലവാക്കാം. പ്രഗത്ഭരായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്ന മൊബൈൽ അത് വാങ്ങാൻ നോക്കുക, നമുക്ക് പൈസ ഇല്ലെങ്കിൽ അത് വാങ്ങാം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത് വ്യക്തമാണ്. കൺസൾട്ടേഷൻ റൂമിൽ നിന്ന് ഡോക്ടർ എപ്പോഴും മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഡോക്ടർ എങ്ങനെയാണ് മൊബൈൽ നോക്കരുതെന്ന് പേഷ്യൻറ്റിനോട് പറയും.
അതുപോലെ തന്നെ അമ്മയും അച്ഛനും എപ്പോഴും മൊബൈൽ നോക്കിയിരിക്കുക. രാത്രി കുട്ടീനെ വേഗം കടത്തി വെക്കും. എന്തിനാണ് രാത്രി ഇരുന്നിട്ട് സിനിമ കാണാനാണ്, നമ്മൾ കാണുന്നതാണ്. ഒന്നിച്ചിരുന്നിട്ട് ടി വിയിൽ സിനിമ കാണാം, അതുകൊണ്ട് എൻ്റെ മൊബൈലിൽ ഞാൻ എനിക്കിഷ്ടമുള്ള സിനിമ കാണാം. അപ്പോൾ നമ്മൾ ചുരുങ്ങുകയാണ്. മറ്റുള്ളവരായിട്ട് ഇൻട്രാക്ട് ചെയ്യാതെ സ്വാർത്ഥമായിട്ട് ജീവിക്കാൻ സാധിക്കും നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം. കോൺവെർസേഷൻ വിത്ത് ഗോഡിൽ ഈശ്വരൻ പറയുന്നുണ്ട്, നിങ്ങൾ ആയിത്തീരും വേണം, നിങ്ങൾ ആരാണ് എന്ന് എത്തിത്തീർന്ന തരത്തിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. നമ്മളത് പ്രകടമാക്കണം. നമ്മുടെ ഉള്ളിലുള്ള ലാളിത്യത്തെ നമ്മൾ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യണം. കാരണം ഇത് ആൾക്കാരെ ആകർഷിക്കണം. ജീവിതത്തിൻ്റെ യഥാർത്ഥത്തിൻ്റെ മൂല്യം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഉയർച്ചയാണെന്നുള്ളത് കാണിച്ചുകൊണ്ടുള്ളൊരു ജീവിതം നമ്മൾ നയിക്കണം. ഇതാണ് ശരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്റ്റേറ്റ് എന്ന് തോന്നുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെ ഇവിടെ വാങ്ങുന്നു. നന്ദി, നമസ്കാരം.